ഇവരിങ്ങനെ മുട്ടുകുത്തി നിരങ്ങി നീങ്ങിക്കൊണ്ട് തിരയുന്നത് എന്താണെന്നറിയോ? ഇവിടുത്തെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ ജീവിയെ കിട്ടും. അതിന് ഗ്ലോബൽ മാർക്കറ്റിൽ 1 കിലോക്ക് 30 മുതൽ 60 വരെയൊക്കെയാണ് കേട്ടോ വില. 1000 അല്ല, ലക്ഷം, 60 ലക്ഷം. അങ്ങനെ കുറച്ച് ദിവസത്തെ സീറോ വാസത്തിന് ശേഷം നമ്മളിന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. പോകാൻ നേരം കാലിംബ്രോ ഞങ്ങൾക്ക് ഓരോ കോഡ്സിൻ്റെ കഷ്ണങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് തന്നു. തലേ ദിവസം രാത്രി ഒരു കിടിലൻ ഡിന്നറും പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ബിരാജ് ബ്രോയുടെയും കാലിംബ്രോയുടെയും വക കഥയൊക്കെ ധരിപ്പിച്ച് ഒരു യാത്രയപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ഒരു റൈഡിങ് ക്ലബ്ബ് ഉണ്ട്, കാങ്ക്രി റൈഡേഴ്സ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് റൈഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പായിരിക്കും കേട്ടോ. അത് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ എവിടേക്ക് പോകാൻ സ്റ്റേ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്താ, നിങ്ങളിപ്പോൾ റൈഡേഴ്സ് വരുവാണെങ്കിൽ ടിങ് ടിങ് സീറോ പാസ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി. ഇവിടെ റെസ്റ്റോറൻറ്റ് റൈസ് ഇൻ, അവിടെ നമ്മുടെ കാലിംബ്രോ ഉണ്ടാവും എല്ലാ സഹായത്തിനും. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ശിഖയുടെ വീട്ടിലേക്ക് പോയി അച്ഛനെ അമ്മയൊക്കെ കണ്ട് യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ ഒരൊറ്റ വിടലായിരുന്നു. വെസ്റ്റ് സിക്കിമിലെ യുക്സം ആണ് നമ്മുടെ ലക്ഷ്യം. 150 കിലോമീറ്റർ ദൂരമുള്ളൂ. പക്ഷേ റൈഡ് അത്ര ഈസി അല്ല. പൂർണ്ണമായും തകർന്ന റോഡുകൾ, ചിലയിടത്ത് പണി നടക്കുന്നതുകൊണ്ടുള്ള ബ്ലോക്കുകൾ, മുന്നിലേക്ക് കാണാത്ത വിധം പൊടി പറക്കുന്ന സ്ഥലങ്ങൾ, പലപ്പോഴും കുറച്ച് നല്ല കിടിലൻ റോഡുകൾ. എന്തായാലും അത്യാവശ്യം ഭീകരമായ ഒരു ലോങ് റൈഡ് കഴിഞ്ഞപ്പോൾ രാത്രി ഏകദേശം ഒരു 7:30 മണിയോടെ നമ്മൾ യുക്സോമിൽ ഒരു ഹോം സ്റ്റേയിലെത്തി. അങ്ങനെ തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ കേട്ടോ. ഇപ്പോൾ രാവിലെ അല്ല, ഒരു 11 മണിയായി. ഈ സ്ഥലത്തിൻ്റെ പേര് യക്സോം എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇത് രാജഭരണകാലത്ത്, സിക്കിം ഒരു രാജ്യമായിരുന്ന കാലത്ത് അതിൻ്റെ ക്യാപിറ്റലായിരുന്നു, ആദ്യത്തെ ക്യാപിറ്റലായിരുന്നു അല്ലേ. അതിനുശേഷം ആ ക്യാപിറ്റൽ നീങ്ങി നമ്മൾ നിന്ന് അങ്ങോട്ടേക്ക് വന്നായിരുന്നു, അങ്ങോട്ട് വന്നായിരുന്നു. അതായത് നേപ്പാളിന്റെ സൈഡിൽ നിന്നും രാജാക്കന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ നിവർക്ക് പോകേണ്ടി വന്നു. അങ്ങനെ വന്നു. പിന്നെ വേറൊരു പ്രത്യേകത ഈ സ്ഥലത്തിൻ്റെ, ഇത് കാഞ്ചൻജംഗയുടെ അടിഭാഗമാണ് കേട്ടോ, താഴ്വര. ഇവിടെ നിന്നാണ് നമ്മുടെ കാഞ്ചൻജംഗയിലേക്കുള്ള ട്രെക്കിംഗ് തുടങ്ങുന്നത്. ആരംഭിക്കുന്നത് 13 ദിവസത്തെ നടത്തമാണ് അത് ഇവിടെ നിന്നാണ്. അതെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രത്യേകതയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളിവിടെ ആദ്യത്തെ ദിവസം ജസ്റ്റ് എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ ഒന്ന് നടക്കാൻ ഇറങ്ങാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ആ വീട്, ഹോം സ്റ്റേ. പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ ബൈക്ക് നിർത്തി, ബൈക്കിൽ നിന്ന് നമ്മളെ പെട്ടികളൊക്കെ എടുത്തിട്ട് കുക്കിംഗ് സെറ്റപ്പൊക്കെ എടുത്ത് രാവിലെ നമ്മൾ ഒരു മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്ക് എവിടെ നമുക്ക് നടക്കാൻ ഇറങ്ങുമല്ലേ, എല്ലാ വീട്ടിലും കയറാൻ എവിടെ നിന്നെങ്കിലും കിട്ടുമല്ലേ, പോയി നോക്കാം. അല്ല, ഈ റോഡിന് പോകാൻ പറഞ്ഞു പുള്ളി ആദ്യം. ഇന്നലത്തെ യാത്ര അത്യാവശ്യം നന്നായിട്ട് ബാധിച്ചു കേട്ടോ. ശരിക്കും ശരീരം മൊത്തം ഇളകി. ഒട്ടും പ്രതീക്ഷയില്ല ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മോശം റോട്ടിൽ കൂടി ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് നടത്തിയിട്ടില്ല. എന്തായാലും ശരീരം ഒന്നാകെ ഒന്ന് ഇളകിയിട്ടുണ്ട്. പിന്നെ രാത്രി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബൈക്ക് ജസ്റ്റ് നിർത്തിയിട്ട് റൂമൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേറൊരു സംഭവം കണ്ടിട്ടോ. പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല, പൂജയാണെന്ന് പറഞ്ഞു. പക്ഷേ പൂജയിൽ ആളുകൾ ഇങ്ങനെ കൂകി ആർത്തിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരോട് പോയിട്ട് അവിടെ ഉള്ള ഒരാൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള വീട്ടിൽ ചെയ്യുന്ന പൂജ അത്രേ. അതായത് ഭൂതപ്രേത പിശാചുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പൂജ അത്രേ. കൂവി ഓടിക്കുന്ന പരിപാടി ആയിരിക്കും. എന്തായാലും ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. റോഡ് കണ്ടോ, ഈ റോഡിന് ഇങ്ങനെ നമ്മൾ കയറി വന്നത് കേട്ടോ അല്ലേ. ഇന്നലെ രാത്രിയിൽ എങ്ങനെ നമ്മളിങ്ങനെ കേറി ആകാശത്തോട്ട് കയറുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. എന്താണ് ഏതാണെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല. ഒരു 36 മല നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. കയറുന്നു ഇറങ്ങുന്നു. ഒന്ന് കയറുമ്പോ തണുപ്പ് കൂടും, പിന്നെ താഴുമ്പോ തണുപ്പ് കുറയും. റോഡോ അയ്യ, ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് വഴിയും തെറ്റിപ്പോയി. വഴിയും കുറച്ച് തെറ്റിപ്പോയി. ആകെ പെട്ട ഒരു റൈഡായിരുന്നു. ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയിട്ടോ. നമ്മൾ നല്ലോണം പൊടി തിന്നു ഇന്നലെ. പൊടി. ജാക്കറ്റൊക്കെ ഇപ്പോൾ രാവിലെ വെച്ചിട്ട് 2 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഈ കോലത്തിലായത്. ഇവിടെ പ്രധാനമായിട്ടും ആൾക്കാർ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ കാഞ്ചൻജംഗ ട്രക്കിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് തോന്നും. ബൈക്കുകളൊക്കെ കണ്ടില്ലേ, ബൈക്കേഴ്സൊക്കെ കുറേ വരുന്ന സ്ഥലമാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം മൊത്തത്തിൽ കാണാൻ. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ബോർഡ് കാണാം, വേ ടു കോറോണേഷൻ ത്രോൺ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് പോയിട്ട് കാണണം. അതിൻ്റെ മുമ്പ് നമുക്കിതാ ഇവിടെ ഒരു പഴയ വീടുണ്ട്. അവിടെ ഒരു അമ്മച്ചിയും ആരൊക്കെ ഇരിപ്പുണ്ട്.
നമുക്ക് ആദ്യം അവരെ ഒന്ന് മീറ്റ് ചെയ്യാം. അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമസ്തേ, കൈസേ ഹേ? ആ സക്താ ഹൈ നാ? മുമ്പിൽ ഒരു വലിയ പാറയൊക്കെ ആയിട്ടൊരു പഴയ വീടാണ് കേട്ടോ. പുല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ അവര് മെയിൻറ്റെയിൻ. ആ മുറ്റൊക്കെ കണ്ടോ? ഇത് വെച്ച് പിടിപ്പിച്ച പുല്ലാണോ അറിയില്ല. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. വന്നപ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീൽ വരുന്നുണ്ട്. മൊത്തം പുല്ലുണ്ട് അല്ലേ? ആ മല്ലികപ്പൂക്കളൊക്കെ ആയിട്ട് കണ്ടോ. പഴയ വീടാണ്, ഒരുപാട് പഴയ വീടാണ്. എന്ത് ഭംഗിയ ഈ സ്ഥലം അല്ലേ? ആ ഇത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് വെയിലൊക്കെ കൊണ്ടിരിക്കുകയാണല്ലേ. कैसे ठीक है? हम देखा थे उखर बोलता है उखर खुर ये क्या करने का वो खाने के लिए अच्छा है. അവിടെ കണ്ടോ ആ മരല്ലേ പറയടാ? ആ മരത്തിന്റെ പഴം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അദ്ദേഹം കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ കാണിച്ചു തരാം. ഹായ് നമസ്തേ. യുവർ ഹൗസ്? My house. ആ ഓക്കെ ഓക്കെ ഓക്കെ. My house. എടാ ഇത് മറ്റേ ഇതല്ലേ? അവിടെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തലച്ചോറ് പോലെ. ആടാ മറ്റു സാധനം വാൾനട്ട് വാൾനട്ട് വാൾനട്ടാണത്. ആ ഓക്കെ 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 ഓക്കെ. ഇത് കാശ്മീരിലൊക്കെ നിറയുള്ള സാധനം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ? लेक पहाड़ का है ये ആ ഏ ക്യാ बोलेगा आप? उखर खोर उखुर. उखर हाँ इंग्लिश में वालनट है वालनट. वो आपका देश पर है ना हाँ 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 आपका देश पर ആ യെസ് യെസ് യെസ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. वो सिलगुड़ी में ഇത് പൊട്ടിക്കാൻ കാശ്മീരിലെ ഖ്രാൽപുര എന്ന് പറയുന്ന വില്ലേജിലത്തെ സുഹൃത്ത് എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നിരുന്നു. ചിലതൊക്കെ പൊട്ടു കേട്ടോ. 2 എണ്ണം വേണം നോക്കാം. वो नहीं फोड़ रहा है നെയ് नहीं सकते पत्थर से गिला പുള്ളി പറഞ്ഞു പൊട്ടൂലാന്ന്. അത് ഉണക്കം ഒക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ആ ട്രീ 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 അദ്ദേഹം അതിന്റെ മരം കാണിച്ചു नहीं सकता नहीं सकता ആ പൊട്ടൂല പൊട്ടൂല കിട്ടൂല. ഇദ്ദേഹം തീരുമാനമായി. ഇദ്ദേഹം കല്ലൊക്കെ എടുത്തിട്ടേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മേ വാൾനട്ട് പോലെ. मारने को हम लोग नेपाली से उखर बोलता है ഞാൻ വീഡിയോ കാണിച്ചു തരട്ടെ. ഞാൻ അങ്ങനെ പൊട്ടിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആ പിന്നെന്താ, ഇത് പക്ഷെ അത്ര അത് അതിന്റെ പൊട്ടിക്കുന്ന രീതിയാണ്. ഇത് ഉണങ്ങിയിട്ടില്ല. ആ ഇത് അത്ര ഉണങ്ങിയിട്ടില്ല ആ സംഭവം. फोड़ के खाइए तो ഇതെന്താ വേറെ ഐറ്റം കൊണ്ട് തന്നല്ലോ? എന്താ സാധനം? ഇതിന്റെ പേര് പട്ടൂൺസ് എന്ന് പറഞ്ഞു. ക്യാ നാം? कटूस कटूस കട്ടൂസ്. ഇതിന്റെ പേര് ഓ ജംഗിൾ സേ जंगल से കാട്ടുന്നുണ്ടിരിക്കുന്നത്. ഓ ജയ്സേന वो वहाँ पर है ഓഹോ ഹോ തിന്നു നോക്ക്. രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഒരുപാട് ഹെൽത്തി ഐറ്റംസാണ് കഴിച്ചുകൊണ്ടിരിക്കണേ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഈ സാധനം. ഓ ഈ സാധനം വരെ ഇവിടെ ഒരു ടാങ്കിന്റെ മുകളിൽ ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ തിന്നത്. ഇതെന്താ സാധനം ഇത്? നല്ല പൊടി. ഗോതമ്പിന്റെ ഒക്കെ ഒരു ഇത് വരുന്നില്ലേ? ഗോതമ്പൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു സാധനം വരുന്നുണ്ട്. ശരിക്കും നല്ല പൊടി ഉള്ളൊരു സാധനം. ആ ആ അതിനകത്ത് പുഴുണ്ട് അല്ലേ? പുഴുണ്ട് അല്ലേ? എന്തോ ഭയത്തിന് ഞാൻ തിന്നില്ല. ഇത് സൂക്ഷിച്ച് കഴിക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു. പൊളിച്ചു നോക്കിയിട്ട് കഴിക്കണം എന്ന്. അതിനകത്ത് ഞാൻ പൊളിച്ചിട്ടാണ് അയച്ചത്. उसमें रूट करके वो पट जाएगा है ना ഇതുവരെ ജസ്റ്റ് ഇങ്ങനെ കനലിലിട്ട് ചൂടുത്തര കേട്ടോ. അപ്പോൾ പിന്നെ അതിന്റെ തോട് ഇങ്ങനെ ഈ സൈഡ് എടുക്കാൻ പറ്റുന്ന പറഞ്ഞു. അങ്ങനെ കഴിക്കും. പിന്നെ അത് പൊടിച്ചിട്ട് അതിന്റെ മാവും കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുത്തര, അതുപോലെ തന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുത്തര കേട്ടോ. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണിത്. ഇനിയിപ്പോൾ അതിന്റെ സാധാരണ പേര് പറയുമ്പോൾ നമുക്ക് അറിയണ്ടാവും ചിലപ്പോൾ. ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ? അത് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. ഓക്കെ ബൈ ബൈ. അപ്പം നമുക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ ഈ സാധനം ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് റിവേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പേരും സംഭവങ്ങളൊക്കെ കിട്ടി. അടിപൊളി. ഒരു കാട്ടുമരത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ കുരു ഒക്കെ ക്ലിയർ ആയില്ലേ? വ്യക്തമായി മനസ്സിലായി. ഇനി വാ അങ്ങോട്ടാണോ? ആ എന്നാൽ പിന്നെ ആ വഴി, ഏതെങ്കിലും ഒരു വഴി. അങ്ങനെ അതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും കയറി വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടു കേട്ടോ. ആ ഭാഗത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇതാ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നോർബു ഗാങ്. അപ്പോൾ നമ്മൾ നോർബു ഗാങ് കാണാൻ വേണ്ടി പോവുകയാണ്. അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. യെസ്, കോറോണേഷൻ ത്രോൺ നോർബു ഗാങ്. അതായത് സിക്കിമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ സിക്കിം വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിർബന്ധമായിട്ടും ഇത് കാണണം. അതായത് 1975 ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചിട്ട് ഒരു സംസ്ഥാനമായി മാറുന്നത് വരെ സിക്കിം ഒരു രാജാവിൻ്റെ കീഴിലുള്ള ഒരു രാജ്യമായിരുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നത് ചൊഗ്യാൽ രാജവംശമായിരുന്നു കേട്ടോ. ചൊഗ്യാൽ രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടിബറ്റിലെ ഒരു റോയൽ ഡൈനാസ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ 1642 അവിടുന്ന് ടിബറ്റിൽ നിന്ന് 3 ലാമമാർ, വിശേഷ കഴിവുകളൊക്കെ ഉള്ള 3 ലാമമാർ ഇവിടെ വന്നിട്ട് ഈ രാജവംശത്തിലെ 38 വയസ്സുള്ള ഫുങ്സോക് നംഗ്യാൽ എന്ന് പറയുന്ന ആളെ ആദ്യത്തെ സിക്കിമിലെ രാജാവായിട്ട് കിരീടധാരണം നടക്കുന്നത്
ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ വെച്ചിട്ടാണത്രേ ആ കിരീടധാരണം നടന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ കാണാൻ വന്നിട്ടുള്ള കോറോണേഷൻ ത്രോൺ. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ ആ ഒരു കിരീടധാരണമൊക്കെ നടക്കുന്ന വലിയ ആ ഒരു സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേങ്കില് അതിന് ആ ഒരു കാലഘട്ടത്തിൽ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ആ ഒരു പഴയ ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി അന്നത്തെ കാലഘട്ടം കൂടി നമ്മൾ ചിന്തിച്ചിട്ട് അന്നത്തെ അവര് വന്ന രീതികൾ, അന്നത്തെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് സഞ്ചരിച്ച് പോകാൻ പറ്റും, മനസ്സുകൊണ്ട് സഞ്ചരിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഒരു ഫീല് കിട്ടും. അപ്പോഴാണ് ആ യാത്ര ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് അർത്ഥവത്താകുന്നത് കേട്ടോ. ഇവിടെ പേര് വന്നു പറഞ്ഞാല് അവരപ്പുറേന്നാ വന്നേ, അതായത് കാഞ്ചൻജംഗയുടെ ഒക്കെ അപ്പുറമുള്ള മല, ടിബറ്റിന്ന് വന്നതാണ്. ടിബറ്റിന്ന് വന്നതാണ്. അവരൊക്കെയാണ് ട്രക്കിംഗ് ചെയ്ത ആൾക്കാർ. യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു ഏരിയയിലെ ട്രക്കിങ്ങിന്റെ തുടക്കം കുറിച്ച ആളുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഭൂട്ടാനിലെ ടൈഗേഴ്സ് നെസ്റ്റ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. നമുക്ക് ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം എവിടെയാണോ പണിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഒരു പാറക്കെട്ടിൻ്റെ മിഡിലാണ് ഒരു ഇത് പണിതേക്കുന്നത്. അതൊക്കെ കണ്ടാൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 3 ലാമന്മാർ വന്നിട്ടാണ് ആ കിരീടധാരണം നടത്തിയെന്ന് പറഞ്ഞില്ലേ. ഇവിടെ 3 ലാമന്മാരുടെ ഫോട്ടോസ് ഉണ്ട്. അത് എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, എന്താ സംഭവം എന്ന് അതായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ചിത്രം അതെ, ഏകദേശം രൂപം വരച്ച് വെച്ചിട്ടുള്ളത്. അതായത് 1642 കഥയാണ് കേട്ടോ പറയുന്നത്. പിന്നെ രാജാവിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് ചൊഗ്യാൽ രാജവംശത്തിലെ സിക്കിമിലെ ആദ്യത്തെ രാജാവ്. അങ്ങനെ ആ ഒരു കിരീടധാരണം നടക്കുന്നതോട് കൂടിയാണ് ഈ സിക്കിമിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായിട്ട് ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന യക്സം എന്ന് പറയുന്ന സ്ഥലം മാറുന്നത് കേട്ടോ. സിക്കിം കാണാൻ വരുമ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യക്സോം, അതെ. ആ പുറകിൽ കാണുന്ന മരം കണ്ടോ, ഒരു പക്ഷേ ഈ ഒരു മരത്തിന്റെ ചോട്ടിലായിരിക്കും അന്ന് ഇത് നടന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ മരത്തിന് 4 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. പക്ഷെ ആ മരം കാണുമ്പോഴും നമുക്ക് അത്ര ആ ഒരു ഫീൽ ഉണ്ട്. അതെ അതെ, പഴക്കം തോന്നുന്നുണ്ട്. എന്താ പറയാ, ആധികാരികമായിട്ട് അത് എത്ര വർഷം ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാര്യങ്ങളൊന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അല്ലെ, പൊതുവെ ഒരു മരത്തിന്റെ ചോട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ചടങ്ങൊക്കെ നടക്കുന്നത്. ഒരു പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഈ മരത്തിന് 4 നൂറ്റാണ്ടിലേറെ പഴക്കം ഉണ്ടാവും കേട്ടോ. അതായത് 1642 ഈ ചടങ്ങ് നടക്കുന്നത് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. ഈ ചൊഗ്യാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ധർമ്മിഷ്ഠനായ രാജാവ് എന്നാണ് കേട്ടോ. ആണോ? പക്ഷേ ഈ രാജവംശത്തിന്റെ ഏകാധിപത്യ ഭരണത്തിൽ മനം മടുത്തിട്ടാണ് 1975 ഇവിടുത്തെ ആളുകളൊക്കെ ഒരു ജനാധിപത്യത്തിന് കൊതിച്ചിട്ട് ഒരു വോട്ടിംഗ് നടത്തിയിട്ട് ഭൂരിപക്ഷം പേരും അതിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ട് അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന അങ്ങനെയാണ്. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല രാജവംശമായിരിക്കും, ധർമ്മിഷ്ഠരായിരിക്കും, പിന്നെ മാറിയിട്ടുണ്ടാവും അല്ലേ. അതായത് 4 നൂറ്റാണ്ടൊക്കെ ഭരിച്ചപ്പോൾ ഇനി കുറച്ച് ഏകാധിപത്യം ആയിക്കളയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ സിറ്റുവേഷൻ ആണല്ലോ ഇതെല്ലാം. കാരണം അന്നത്തെ പണ്ടത്തെ കാലത്ത് ആ ഒരു ഏകാധിപത്യം ആളുകൾക്കിടയിൽ അത്ര വലിയ ഏകാധിപത്യമായിരുന്നില്ല, ഫീൽ ചെയ്യില്ലായിരുന്നു അല്ലേ. പിന്നെ വന്നപ്പോ ബാക്കിയുള്ള നാടുമായിട്ട് പുരോഗമിക്കുമ്പോ അല്ലേ. ശരിയാണ്, അങ്ങനെയുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ ഇത് ഏകാധിപത്യമാണ് തിരിച്ചറിഞ്ഞു പോയതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കി പോകുമ്പോൾ നമ്മുടെ യാത്രകൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. ഈ കിരീടധാരണം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഈ ഭാഗത്തൊക്കെ നിറച്ച് പ്രെയർ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ്. ഈ മരത്തിൻ്റെ ഒരു തടി കണ്ടോ അല്ലേ, എന്തൊരു മണ്ണാണ്. നല്ല പ്രായമുണ്ട്. ഇവിടെ കണ്ടോ കുറേ ഇങ്ങനെയുള്ള പ്രെയർ ഫ്ലാഗ്സ് ഇങ്ങനെ സാധാരണ കാണാറില്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറേ എണ്ണം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് ഉണ്ടോ? സിക്കിമിൽ വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ കേട്ടോ. പക്ഷെ ആളില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളത്. ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ ഞങ്ങൾ കയറി പോകുന്നതാണ്. നമ്മൾ ആ പറഞ്ഞ മരം ദേവദാരു ആണെന്നാണ് കേട്ടോ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ദേവദാരുവിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കൊല്ലം വരെ ഉണ്ടാവുന്നതാണ്. അപ്പൊ പിന്നെ അത് അന്നുള്ള മരം തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. രാജാവിന്റെ കിരീടധാരണമൊക്കെ നേരിട്ട് കണ്ട മരം. എന്തുവാണ് ഇത്, കൊറേ ഉണ്ടല്ലോ. ഇതാണ് മൗണ്ടൻ ഗൈഡ്സ്. ജസ്റ്റ് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും കൂടിയതാട്ടോ. ഒരുപാട് പേരുണ്ട്. പോയല്ലേ പതുക്കെ നടക്കുക. നമുക്ക് കുറച്ച് പെപ്സി ഉണ്ടാക്കാം. അതല്ലേ, പെപ്സി ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുമ്പോൾ അതിന് രസം ഉണ്ടാവില്ലേ. എവിടെയാണ്? ഏതാ ഈ മരാണോ? ആണോ പെപ്സിക്ക? എന്തെങ്കിലും പേര് പോകാൻ വെറുതെ പറയുന്നതായിരിക്കും. എവിടെ? എടാ ഇത് മറ്റേ സാധനമാടാ, ചോരക്കൊട്ടപ്പഴം. ഇത് കണ്ടിട്ട് അതുപോലെ ഉണ്ട് കേട്ടോ, ചെറിയ ആപ്പിളൊക്കെ പോലെ ഒരു സാധനം. ഇത് പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ലല്ലേ ഞാൻ ഉദ്ദേശിച്ച സാധനം. സമ്മതിക്കില്ല ഞാൻ, ഇത് ഹിമാലയത്തിൽ മാത്രം ഉണ്ടാകും. ഇതിന്റെ പേരെന്താ പറഞ്ഞേ?
ഇതിന്റെ പെപ്സി കൂട്ടിയിട്ടൊരു പേരാ, പെപ്സിക്ക. പെപ്സിക്ക. വേണമെങ്കിൽ ചെറിയ കടി കടിച്ചു നോക്കാം. ഇത് താഴെ നിന്ന് പറിക്കാല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? കേറിക്കോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിസ്ക് എടുക്കും. ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ റിസ്ക് എടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഇതാ കൊമ്പയിലുണ്ട്, അത് തന്നെ. ഇത് നല്ല രസം കാണാൻ. എടാ ഇത് അതാ കളഞ്ഞു. എനിക്ക് കിട്ടി. ഇതാണ് എല്ലാം എൻ്റെ അടുത്തോട്ട് തന്നെ വരുന്നത്. എന്ത് ചെയ്യാൻ നോക്കണം. ഇത് ചീഞ്ഞതാണോ? കഴിച്ചു വെക്കാം, അപ്പം തിരി. എന്നാ ചെയ്യാത്ത സാധനം നല്ല ഫ്രഷ് സാധനം. ഈ നമ്മുടെ കൈ ചുവന്നിരിക്കുന്നതിൻ്റെ ഉള്ള ഒരു കാരണമേ നമ്മൾ ഇന്നലെ കഴിച്ച ചില്ലി ചിക്കൻ്റെ ആണ് കേട്ടോ. ആണല്ലേ? ഓ, ഇതിന് വേറെ ടേസ്റ്റ് ആണല്ലോ. അതെ. ഇവിടെ എല്ലാം ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എന്തോ തിന്നാൻ പറ്റൂലേ? തിന്നാൻ പറ്റുന്നതാ പറഞ്ഞത്. അച്ചാർ ഇടുന്നതാ പറഞ്ഞത്. നമുക്ക് വാൾനട്ട് തന്നില്ലേ, ആ പൂവനാ പറഞ്ഞ കേട്ടോ. സെറ്റാണ് സാധനം. ഇതുകൊണ്ട് ഇവര് അച്ചാർ എടുത്തു കേട്ടോ. എൻ്റെ പേര് പെപ്സിന്ന് കൂട്ടി എന്തോ പേരാണ്. അപ്പോൾ സുധി തള്ളുമായിരുന്നു ഇത് ഉപയോഗിച്ചാണ് പെപ്സി ഉണ്ടാക്കുന്നത്. എന്തോന്നറിയത്? ഞാൻ പെപ്സിക്ക എന്നുള്ള പേര് പറഞ്ഞേ ഉള്ളൂ. അത് ഉപയോഗിച്ച പെപ്സി ഉണ്ടാക്കുന്നത് ഇവിടെ വന്ന ഈ പണ്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഏതോ ഒരു വിദേശിയായിട്ടുള്ള ആൾ ഇതിന്റെ ടേസ്റ്റ് പിടിച്ചിട്ട് പോയിട്ട് കലക്കി പെപ്സി ഉണ്ടാക്കിയതാണെന്നൊക്കെയുള്ള സ്റ്റോറി അറിയാതെ ഞാൻ പറഞ്ഞു പോയി. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എടാ സംഭവം കുറച്ചുകൂടി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. നമുക്കിത് പറഞ്ഞു തന്നെ ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളവരോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഇതും പറിച്ചത്. അനധികൃതമായി കയറി പറിച്ചതൊന്നുമല്ല. എന്താ ഒരു പേടി. എല്ലാം പറഞ്ഞോടാ. ബ്ലോക്ക് പേരക്ക നോക്ക്, എന്ത് ഭംഗിയാ കാണാൻ. അന്യന്റെ സാധനം അവരോട് ചോദിക്കാതെ പറിക്കരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ പറിക്കുന്നില്ല അല്ലേ? വിട്ടു. ഇല്ലേടാ, നമ്മൾ പറിക്കുന്നില്ല. ഇവിടെ 2-3 ദിവസം നിൽക്കാനുള്ളതല്ലേ. ഇവിടുത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും അങ്ങനെ പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവര് പോയി പറിച്ചു കൊണ്ടു തരും. നേരത്തെ ആ വീട്ടിൽ കയറി അപ്പൂപ്പിനെ കണ്ടില്ലേ? നിങ്ങൾ അതിന്റെ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് ചോദിച്ചതാണ്, നിങ്ങളത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാണിച്ചു തരാൻ പുള്ളി കൊണ്ട് തന്ന് കഴിക്കാൻ തന്ന് അല്ലേ? കൊണ്ടുപോകാൻ വേണോ വെച്ചില്ലേ? അതാണ് പാക്ക് ചെയ്ത് തരാൻ വേണ്ടി പുറപ്പെട്ടാണ് പുള്ളി. നമ്മളിങ്ങോട്ട് നടന്നു കയറുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു അപ്പൂപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിനെയും കൂടി ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോവാം. ഇതാണ് കേട്ടോ അവരുടെ വീട്. ഒരു കുട്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവരിവിടെ ഇങ്ങനെ പുറത്തിരുന്നിട്ട് നമ്മൾ ഇവിടെ ഹിമാചലിലൊക്കെ പോയപ്പോഴും കാണൂല ഇങ്ങനെ ഈ തുന്നിക്കൊണ്ടിരിക്കുന്നല്ലേ. ഇവർ ഈ തണുപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സോക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തുന്നിയിട്ട് നമ്മളത് മണാലിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. അതിനകത്ത് പേര് പറയാം, ഹിമാചലിൽ എല്ലാ സ്ഥലത്ത് പോയാലും നമ്മളിങ്ങനെ കാണില്ലേ. അവർ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഈ സോക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നല്ല തേനീച്ചിന്റെ സൗണ്ട് ഇല്ലേ അവിടെ? മറ്റേ കൂടുണ്ട്. ഓനി പോലെ മൗരി. ഓക്കെ. എല്ലാ വീട്ടിലും അവരവർക്ക് ആവശ്യമായ തേന് അവർ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലേ? അവരവർക്ക് വേണ്ട സബ്ജി, തേൻ വെക്കാനുള്ള ചീര ഒക്കെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മൊണാലിസ എന്ന് പേരുള്ള ഒരാളെ ആദ്യമായിട്ട് കാണാൻ. മൊണാലിസന്റെ ഫാമിലി ബംഗാളിൽ നിന്നുള്ളവരാണ് കേട്ടോ. മാൾഡക്കാർ. അവരിവിടെ ലോഡ്ജ് നടത്തുന്നല്ലേ. അതായത് ബിസിനസ്സിൽ കുറേ പേര് പുറത്തു വന്നവരാണ് അല്ലേ? നമ്മൾ അവിടെ സീറോയിൽ നിൽക്കുമ്പോഴും കണ്ട കട നടത്തുന്ന ആൾക്കാർ കുറേ പേര് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ബീഹാറുകാരുണ്ട് അല്ലേ? യെസ്. നമ്മളപ്പോൾ ആ പോയ വഴി തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങാം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കണ്ടാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേക തരം പൂവ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു നിശ്ചിത ഉയരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മാത്രം, അങ്ങനെ ഉയരമുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചില പൂക്കളുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കൾ. നമ്മൾ പണ്ട് കാർഗിൽ പോയപ്പോഴും ഒക്കെ ഇത് കണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക തരം പൂവ് കേട്ടോ. ചെറിയ പൂവാണ് പക്ഷെ നിറയെ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ബീഹാർ से इधर क्या करना? इधर मेरा बिजनेस है. हाँ ओके. क्या बिजनेस? सेलिंग दुकान है. सेलिंग दुकान कहाँ से? बाजार में. ഓ ഓക്കെ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെന്ന്. കണ്ടോ, ഇവർ ബീഹാറിൽ നിന്നുള്ള ആൾക്കാരാണ്. അവിടെ താഴത്ത് ബജാറിൽ കട നടത്തുക അത്രേ. നമ്മളിങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഈ വീട്ടിൽ നിന്നുള്ള ഒരാൾ ഇങ്ങനെ നോക്കിയതാണ്. ഹായ്. ഇദ്ദേഹത്തെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ആ വാൽനട്ട് കണ്ട വീട്ടിൽ ഇദ്ദേഹം വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇദ്ദേഹം അകത്തേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അകത്തേക്ക് ചെല്ലാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഒരു ചെറിയ കുഞ്ഞു വീടാണ് കേട്ടോ. ഓക്കെ. താങ്ക് യു.
കണ്ടോ ഇതാണ് കേട്ടോ ഇവരുടെ വീടിൻ്റെ ഉൾഭാഗം കണ്ടോ. ഒരുപാട് പഴയ വീടാണ്. താഴത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവരുടെ വിശ്വാസപ്രകാരമുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. വിളക്ക് കത്തിക്കാനുള്ളതൊക്കെയാണ്. കണ്ടോ വളരെ പുരാതനമായൊരു വീടാണ്. ഒരുപാട് പഴയ വീട്. ഇവരുടെ ബെഡ്റൂം കാണാം. ഇതുണ്ടോ ഇവരുടെ കിച്ചണാണ് ആക്ച്വലി. ഇത് കിച്ചണാണ് കണ്ടോ. ഇവിടെയാണ് ഈ അടുപ്പൊക്കെ കണ്ടോ. ഇവിടെ ഒരു ബെഡുണ്ട്. നമ്മളവിടെ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഇവിടെ കണ്ടോ ഈ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കോറോണേഷൻ ത്രോൺ ഓഫ് നോർബുങ്കാങ് ബർത്ത് പ്ലേസ് ഓഫ് സിക്കിം. സിക്കിമിൻ്റെ ജന്മസ്ഥലം. അത് കൊള്ളാമല്ലേ. ഇവിടെ കണ്ടോ റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ സ്തൂപമുണ്ട്. ഇവിടെ ഒരു കുഞ്ഞി കട ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കട. അവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ സൊറ പറയാൻ ആൾക്കാർ ഇറങ്ങൂലേ, അതുപോലെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. നമുക്ക് ഏത് വഴിക്കഞ്ഞി പോകണ്ടേ? ഈ റൂട്ടാ? നമ്മളിതാ ഈ ഒരു കവാടം കാലത്താണ് രാത്രി ഇങ്ങോട്ട് കയറി വന്നത്. ഇത് കൊള്ളാം, എനിക്ക് ഈ കട ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ടേ സുവനീറുകൾ വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ. കടയുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ഈ കെട്ടിടം. ഇത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ. ഇവിടെ ഇവർ യക്സം എന്ന് എഴുതുന്ന സ്ഥലത്ത് മുഴുവനും എഴുതുന്നുണ്ട് ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം അല്ലേ. ഇവരും അതൊരു വലിയ പ്രൗഡായിട്ട് കാണുന്ന സംഭവമാണല്ലേ. പിന്നെ ഇതൊരു മോഡൽ വില്ലേജും അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ഗ്രീൻ അവാർഡൊക്കെ കിട്ടിയ ഒരു GP ആണെന്നൊക്കെയാണ് ഉള്ളത്. ആണോ? പൊതുവെ ഇവർക്ക് എല്ലാവർക്കും ക്ലീൻ ആൻഡ് ഗ്രീൻ അവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ക്ലീൻ ആൻഡ് ഗ്രീൻ തന്നെയാണ് കേട്ടോ. ഇതാണ് പഞ്ചായത്ത് ഓഫീസ്. അപ്പോൾ അതേ അവിടുന്ന് ആ കവാടം കടന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഹോം സ്റ്റേയുടെ ഓണർ പറഞ്ഞ പോലെ ഇടത്തോട്ട് നടന്നു പോകാൻ കേട്ടോ. കുറേ വണ്ടികൾ ബൈക്കുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ റൈഡേഴ്സ് ആരോ വന്നേന്ന് തോന്നുന്നു. റൈഡേഴ്സ് കണ്ടിട്ടുണ്ട്, പക്ഷെ അവരെ കാണാനില്ല. അവരെന്തെങ്കിലും കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുറേ ബൈക്സ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നീ വാ, എനിക്ക് ഈ വഴി കൂടി പോകണം. എന്ത് രസമുള്ള വഴിയാന്ന് നോക്കി. ആ വഴിക്കൊക്കെ പോകാതെ പിന്നെ നമ്മൾ എന്തിനാ നടക്കുന്നത്? നീ മുമ്പിൽ നടക്ക്. ഇവിടെ കണ്ടാ നോക്ക്, ഇങ്ങനെ നടന്ന് പോകാനൊരു വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോവാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത് ഏതോ ഒരു വീട്ടിലേക്കുള്ള വഴിയാണേ. ഹലോ. Hi from Germany. How you feel here? Great. Really, it's wonderful. ആ വഴിയിലൂടെ പോകാൻ നിൽക്കുമ്പോഴാട്ടോ പുറകിൽ നിന്ന് രണ്ടുപേരെ കണ്ടത്. അവർ ജർമ്മനിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അവരോട് ടാറ്റൊക്കെ പറഞ്ഞ് അവർ പോയി. ഇത് ഗേറ്റാണ്, പതുക്കെ തുറക്ക്. ഈ ഗേറ്റ് ഇങ്ങനെയാണ് തുറക്കുന്നത്. മതി അത് ഫുള്ള് തുറക്കണമെന്നില്ല ആക്ച്വലി. അടക്കണം കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോൾ അടക്കാം. ചുറ്റും നിറയെ പച്ചപ്പും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വഴിയൊക്കെ ആയിട്ട്. ആളില്ലേ? ആളില്ല? പട്ടി ഉണ്ടോന്ന് നോക്കോ. ആളില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം തന്നെ അറിയണ്ടേ. നോക്ക്, ഒരു വീട് നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലേ. എന്നാ രസല്ലേ. അടിപൊളി ബാമ്പുവിന്റെ വീട്. അവരുടെ തൊട്ട് മുമ്പിലായിട്ട് അവരുടെ ചെറിയ കൃഷി. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ അവരിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിറയെ പ്രയർ ഫ്ലാഗ്സ് ഉണ്ടല്ലോ. അതെന്താ? എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് പുറത്ത് കുറെ വണ്ടിയൊക്കെ നിർത്തിയേക്കുന്നതാണ്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ കുറേ വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ ബൈക്കുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ആ ബൈക്ക് നടന്നു വരുമ്പോൾ ആ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തുനിന്ന് ഒരു മലയാളം സംസാരം കേൾക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയതാണ്. അപ്പോൾ അവർ മൊത്തം മലയാളികളാണ്. അവർ വിദേശ മലയാളികളും ഒക്കെ ആൾക്കാരാണ്. അവരുടെ വെക്കേഷനിൽ റൈഡിന് ഇറങ്ങിയതാണ്. വെസ്റ്റ് ബംഗാൾ ബൈക്ക് കാണാൻ കാരണം അവർ സിലിഗുരിയിൽ നിന്ന് ബൈക്ക് റെൻറ്റിന് എടുത്താണ് കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നു. ഈ വീട്ടിലൊന്നും ആളില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി എന്തെങ്കിലുമൊക്കെ നുണയും പറഞ്ഞിരിക്കായിരുന്നു. നമ്മൾ അവിടുന്ന് വീണ്ടും കുറച്ചും കൂടിയും ദൂരം കയറ്റം കയറി വന്നിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി കേട്ടോ. മൗണ്ടനിയറിംഗ് അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിക്കിം. പഠിച്ചാലോ? കയറാൻ പഠിക്കാം. മൗണ്ടനിയറിംഗ് ഒന്ന് പഠിച്ച് കളയാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ സമ്മതിക്കത്തില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടി കിടക്കുകയാണ്. എന്താ സംഭവം എന്നാവാം, അടഞ്ഞു കിടക്കുന്നു ഗേറ്റല്ല. ഞാൻ പണ്ട് ഒരിക്കൽ പോയപ്പോൾ ഡാർജിലിംഗിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി ഇവിടെ ഒന്നൊക്കെ പോയിട്ട് പഠിച്ചാലോ എന്ന്. ശരിക്കും എവറസ്റ്റ് കയറുന്നതിന് മുമ്പായിട്ടേ ഇങ്ങനെ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമല്ലേ. പക്ഷേ ഈ കിതപ്പ് കൊണ്ട് പോയിട്ട് ആ കയറ്റം കയറിയപ്പോൾ ഇങ്ങനെ വയ്യാണ്ടായി. പക്ഷെ എത്ര വയ്യാണ്ടായാലും നമ്മൾ പോകേണ്ട സ്ഥലം പോകാതിരിക്കൂല കേട്ടോ. എത്ര ട്രക്കിങ് ചെയ്യുന്നു അല്ലേ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കേൾക്കുന്നതല്ലേ കാഞ്ചൻജംഗ എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ നാട്ടിലാണ് എത്തിയിട്ടുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു ട്രക്കിംഗ് ഉണ്ട്. നമ്മളെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകുന്നത് പോലെ കാഞ്ചൻജംഗ ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ്.
നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ചെറിയ ട്രെക്കിംഗ് അല്ല, അത്യാവശ്യം കുറച്ചധികം ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രെക്കിംഗ് ആണ്. നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതെ, പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടിയാൽ നന്നായിരിക്കും. പക്ഷേ ആ ട്രെക്കിംഗ് പോയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ആ സ്ഥലം, ആ സംഭവം, അതിന്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു സുഖാലേ, ഒരു മനസ്സുഖം. ഇവിടെ കണ്ടൊരു ബോർഡ് വെച്ചേക്കണത് നമ്മൾ ഈ കാണുന്ന ഗ്രാമങ്ങളുടെ ഗ്രീനറൊക്കെ വെറുതെ അങ്ങനെ നിൽക്കുന്നതൊന്നല്ല കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേകം പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംരക്ഷിച്ച് പോരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഗ്രാമമാണ്, ഭയങ്കര ശാന്തസുന്ദരമായ ഗ്രാമം, കുറേ വീടുകളുണ്ട്. നമുക്കിനി കുറേ സമയം ഇവിടെ ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വീട്ടിൽ അരിയും പെറുക്കിയെടുക്കണ്ടേ. നമുക്ക് ഏത് റൂട്ട് പിടിക്കണം? ലെഫ്റ്റ് പിടിക്കണോ റൈറ്റ് പിടിക്കണോ? അവിടെ കുറച്ച് വണ്ടി നിർത്തിക്കുന്നുണ്ടല്ലേ, താഴേക്ക് പോവാം ആദ്യം അല്ലേ. ഓഫീസ് ഓഫ് ദ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ, യുക്സം, വെസ്റ്റ് സിക്കിം. നമ്മൾ പിന്നെയും കുറേ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം കേട്ടോ. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ശരിക്കും ആ ഗേറ്റ്. ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഉണ്ട്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് എഴുതിയിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഉണ്ട്. ഇവിടെ സ്വാവതിയുടെ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതിൻ്റെ അകത്ത് ഈ ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ വിവരിക്കുന്ന കുറേ ഡിസ്പ്ലേകളുണ്ട്. അതുപോലെ തന്നെ സിക്കിമിൻ്റെ ബയോഡൈവേഴ്സിറ്റി വിശദമാക്കുന്ന കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലുള്ള മൃഗങ്ങൾ അല്ലേ, ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൂക്കൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സസ്യങ്ങളുണ്ട്, കിളികളുണ്ട്, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും അതുപോലെ ചിലതിൻ്റെ ഒക്കെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലെ ജനങ്ങളുടെ അവരുടെ ആചാരങ്ങളുടെ അവരുടെ കുറെ നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളൊക്കെ പോലെയുള്ള സാധനങ്ങൾ അതെല്ലാം എവിടെയും ആചാരമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ട്രക്കിംഗ് റൂട്ടിന്റെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വില്ലേജ് കാണുന്നുണ്ടോ, അതാണ് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന യുക്സോം എന്ന് പറയുന്ന ആ സ്ഥലം കേട്ടോ. 5700 ഫീറ്റാണ് അവിടെ. അവിടുന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ട് ഇതാ ഇവിടെ 7200 ഫീറ്റായി. ഇത് വേറൊരു വില്ലേജാണ് സാച്ചൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിങ് 8600 ഫീറ്റായി. പിന്നെ ഇതാ 9650 ഫീറ്റ് ചോക്ക എന്ന് പറയുന്ന വില്ലേജ്. ഫെഡാങ് 12050 ഫീറ്റായി. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ജോങ്ക്രി 12980 ഫീറ്റായി. ഇവിടെ ഈ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ വില്ലേജസ് ആണ് കേട്ടോ. ഇതെന്തോ സാധനം കൊച്ചുറാങ് 12096 ഫീറ്റായിട്ടോ. വീണ്ടും പോകുമ്പോൾ താങ്സിങ് 12894 ഫീറ്റ്. ലാമുനെ 13693 ഫീറ്റ്. ഇവിടെ ലേക്ക് ഉണ്ട്, സമിതി ലേക്ക്. പിന്നെ പോകുമ്പോൾ ഗോച്ചാല എന്ന് പറയുന്ന പാസ്സായിരിക്കും 16000 ഫീറ്റ് കേട്ടോ. പിന്നെ അങ്ങോട്ടാണ് ഈ ഉയരം കൂടിയ മൗണ്ട്സ് കേട്ടോ. കണ്ടോ, മൗണ്ട് കുംഭകർണ, മൗണ്ട് റാത്തോങ്, മൗണ്ട് കാബ്രു, പിന്നെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് മൗണ്ട് കാഞ്ചൻജംഗ. പിന്നെ സീഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കുറേ വിത്തുകൾ അവരവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ആളുകൾ പണ്ട് മുതലേ ഈ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കുറേ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ സംഭവങ്ങൾ, കൊട്ടാമുറം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനകത്തുള്ളത് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഈ മേഖലയിൽ എന്തെങ്കിലും പഠിക്കുന്നവരോ ഗവേഷണം ചെയ്യുന്നവരോ ആൾക്കാർക്ക് ഭയങ്കര രീതിയിൽ ഉപയോഗപ്പെടുന്ന സംഭവങ്ങളാണ്. ഏകദേശം ഒരു ഐഡിയ നമുക്ക് മൊത്തത്തിൽ കിട്ടും, ഐഡിയ കിട്ടും. യെസ്. അല്ല, നമ്മൾ ആ ഗേറ്റിന്റെ അങ്ങോട്ട് പോകുന്നുണ്ടോ? നാഷണൽ പാർക്കിൽ നിന്ന് ഗേറ്റ് വരെ 1 മണിക്കൂർ നടക്കണോ? അപ്പൊ എനിക്ക് വിശക്കും. ഞാൻ ഇപ്പൊ സമയം 3 മണിയായില്ലേ, ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ നമ്മള്. നോക്കാം അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം കേട്ടോ. ഈ വില്ലേജ് ഇതേ ഈ വഴിക്ക് പോയിട്ടാണ് ആ ഗേറ്റ്. ഇങ്ങോട്ടും വില്ലേജസ് ഉണ്ട് കേട്ടോ, വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് കുതിരകൾ നിൽക്കുന്നുണ്ട്, കുതിരകൾ. ഇതെന്താണ്? ഇത് ഇരിക്കാനുള്ള സാധനമാണോ? എണ്ണപ്പാട്ട. അത് ശരി, ഞാൻ ഇതിങ്ങനെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി വെച്ചായിരിക്കും വിചാരിച്ചു. ഇതൊക്കെ ഇരിക്കാനുള്ള കേട്ടോ. ഇതേ കുറച്ചുകൂടി മുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കുഞ്ഞി കടയാണ്, ഒരു ചേച്ചിയുടെ ചെറിയൊരു കട. അവിടെ ഭക്ഷണ സംഭവങ്ങളൊന്നുമില്ല, അവരെന്തോ കുക്ക് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് കഴിക്കാനുള്ളതായിരിക്കും. ഇനി അത് നോക്കി അവിടെ ഇരിക്കണ്ട. ബാ, എനിക്കുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റൂളൊക്കെ എന്തായാലും കൊള്ളാട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ബോർഡ് കണ്ടു, ഒരു കിവി ഗാർഡൻ്റെ. അപ്പോൾ അതൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അത് എവിടെയാണെന്ന് ചോദിക്കാനാട്ടോ ആ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് മുമ്പിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നിനക്ക് എന്തോ കിട്ടിയല്ലോ? ഇതെന്താ? പൊരിമുട്ടായി. ആ, അടിപൊളിയാണ് സാധനം. എന്നാ ഒരു പീസ് കൊണ്ട് എനിക്ക്.
കൊള്ളാല്ലേ? ഒരു മിച്ചർ മുട്ടായി, പിന്നെ ഒരു കടല മുട്ടായി, പിന്നെ ഒരു കേക്ക്, പിന്നെ വീണ്ടും ഒരു മിച്ചർ മുട്ടായി. ഉച്ചക്കത്തെ ഫുഡ് ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവാട്ടോ. ഇവിടെ വന്നിട്ട് കിവി ഗാർഡൻ പോവാതെ ശരിയാവില്ല. ഇതാണ് കിവി ഗാർഡൻ, പക്ഷെ ഇവിടെ ആരും കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, എൻട്രി ഫീ, കിവി ഗാർഡൻ്റെ എൻട്രി ഫീ 20 രൂപയാണ്. പക്ഷെ എന്തെങ്കിലും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുകയാണെങ്കിൽ 500 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. യു വിൽ ഗെറ്റ് ലെക്ചർ ഓഫ് കിവി ഫ്രൂട്ട് ഫോർ 30 മിനിറ്റ്സ്. 500 രൂപ എടുത്താൽ ഞാൻ 30 മിനിറ്റിൻ്റെ ഒരു ലെക്ചർ എനിക്ക് കിട്ടും. ഞാൻ തന്നിട്ടുണ്ട്, എനിക്കൊരു 500 രൂപ തരുമോ? അല്ല, അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് വേണ്ടേ? എന്നാൽ 500 ആണെങ്കിൽ എനിക്ക് ഇവിടെ കൊടുത്താൽ പോരെ. ഫാം സ്കൂൾ ഓൺ ഓർഗാനിക് കിവി കൾട്ടിവേഷൻ കേട്ടോ. കിവി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പുള്ളി കൃത്യമായിട്ട് പഠിപ്പിച്ച് തരുമായിരിക്കും. അതിനായിരിക്കും ആ ചാർജ്. എന്തായാലും അവിടെ ആരും കാണാനില്ല. കിവിൻ്റെ പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു ടാസ്ക് കയറാം. ആ വണ്ടി അതാ, ഒരു പിക്കപ്പ് വണ്ടി. അതെങ്ങോട്ടാണ് പോകുന്നത് വയ്ക്ക്. അതെങ്ങോട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ പുറകെ കയറിയിരിക്കാം. താവട്ടാണെങ്കിൽ ഇരിക്കണ്ട. താവട്ടാണെങ്കിൽ പോയി ഭക്ഷണം കഴിക്കാമല്ലോ വേഗം പോയിട്ട്. മേലോട്ടാണെങ്കിൽ അതിനകത്ത് പോയിട്ട് അതിനകത്ത് ലോഡെന്താ ഇതിപ്പോൾ ഇറക്കാണ് കേട്ടോ. നമ്മളെ ടാസ്ക് പാളി. പക്ഷെ നമ്മൾ അന്വേഷിച്ച് നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിട്ടോ, ഡീറ്റെയിൽസ് കിട്ടി. അതായത് ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡാർജിലിംഗിലെ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, യെസ്, അതിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അതായത് ഒന്ന് പറഞ്ഞേ ആ കോഴ്സിനെ കുറിച്ചിട്ട്. ഇതിൽ പോവാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഡീറ്റെയിൽസ് അറിയാലോ. ഈ മൗണ്ടനിയറിംഗ് കോഴ്സില്ലേ, അതിപ്പോ 28 ദിവസത്തെ ഒരു കോഴ്സ് ഇവരുടെ ഉണ്ട്. അപ്പം അതിന് ഇപ്പം സ്റ്റുഡൻസ് വരുന്നുണ്ട്. അതായത് 50 മുതൽ 70 വരെ സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ബാച്ചിലുണ്ടാവുക. അപ്പൊ നാളെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇവര് നാളത്തെ ബാച്ചിന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് ഇവര് ചെയ്യുന്നത്. ഇവിടം വരെയാണ് വണ്ടി വരിക. ഇവിടെ നിന്ന് 4 ദിവസം നടന്നിട്ട് വേണം അങ്ങെത്താൻ വേണ്ടിട്ട് പറഞ്ഞു. അതിനുശേഷം അവിടെ സ്റ്റേ ചെയ്യും. ഓരോ ദിവസത്തെ അനുസരിച്ച് ഓരോ സ്റ്റേജ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ അവർക്ക് വേണ്ട കോഴ്സുകൾ പല മൗണ്ടനിയറിംഗിൽ പലതുണ്ടാവല്ലോ. മൗണ്ടന് കയറുന്നതിന്റെ, അതല്ലാതെ അതിന്റെ ഓരോ സാധനങ്ങൾ ഈവൻ പാക്ക് ചെയ്യുന്നതിന്റെ വരെ, അതൊക്കെ ഓരോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഇവര് ടീച്ച് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി കാര്യങ്ങളൊന്നുമില്ല, നടന്നു വേണം പോകാൻ വേണ്ടി. അപ്പൊ ഇവിടെ കുതിരയുടെ പുറത്ത് കയറ്റിയിട്ട് നാളെ ആ ഒരു ബാച്ച് വന്നതിന് ശേഷം അവരുടെ കൂടെ കുതിരയൊക്കെ ആയിട്ട് ഇവരങ്ങ് പോകും. അവിടെ ക്യാമ്പ് ചെയ്യും. അവിടെ നിന്ന് മൊത്തം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരും. 28 ദിവസത്തെ ടോട്ടൽ കോഴ്സിന് എല്ലാം ഉൾപ്പെടെ 21,000 രൂപ ഉണ്ടോ ഫീസ്. അത് പക്ഷേ ഒരു വലിയൊരു ഫീസായിട്ട് തോന്നുന്നില്ല. ഞാൻ അന്നൊരിക്കൽ കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതാണ് ഈ ഒരു കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ എന്ന്. മൊത്തം 28 ദിവസത്തെ കോഴ്സിൽ 18 ദിവസമാണ് അത്ര കേട്ടോ ഇവിടെ. ബാക്കി 10 ദിവസം ഡാർജിലിംഗിലാണ് അത്രേ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇത് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോഴൊക്കെ ഈ മൗണ്ടനിയറിംഗ് കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടുമായിരിക്കും. അതുപോലെ ഇതില്ലേ മിലിറ്ററിയിലും ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. എവറസ്റ്റ് കയറാനൊക്കെ പോവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നാളെ വരുന്ന സ്റ്റുഡൻസ് നാളെ രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും, ടെൻറ്റ് ചെയ്തിട്ട്. പിന്നെ അടുത്ത ദിവസം മുതലാണ് ഇവരെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്തായാലും എനിക്ക് ഭക്ഷണം കഴിക്കണം. ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്, ജോലിയുണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഒരു സൈഡിൽ തീ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം പണിയെടുത്തിട്ട് പിന്നെ പോയി ചൂട് കാഞ്ഞ് വീണ്ടും വന്ന് പണിയെടുത്തിട്ട് വീണ്ടും പോയി ചൂട് കായുന്നു. വീണ്ടും പോയി പണിയെടുക്കും, വീണ്ടും പോയി ചൂട് കായും അല്ലേ. അവര് നമ്മള് പറയുന്നത് എന്താന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ താഴേക്ക് നടന്ന് നമ്മൾ ഇന്നലെ വന്ന ആ ഒരു മാർക്കറ്റ് ഏരിയയിലെത്തിയിട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അങ്ങാടി എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ ഭൂട്ടാനിൽ പോയപ്പോൾ കണ്ട പാറോ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ പോലത്തെ ഒരു ഫീൽ കിട്ടും. ആ ഒരു ക്ലൈമറ്റും മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് അങ്ങനെ വെറുതെ തോന്നിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാടൊന്നും തള്ളാൻ നിൽക്കണ്ട. പെട്ടെന്ന് ഗുപ്തചേട്ടൻ എന്താ ചെയ്യണം നോക്കിയൊക്കെ. വൈകുന്നേരമായി. രാവിലെ ഒരു ഇച്ചിരി മാഗി നൂഡിൽസ് കഴിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ കണ്ടായിരുന്നു ഒരു ഗുപ്ത റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗുപ്തചേട്ടൻ എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തെങ്കിലും കഴിക്കണം. രാത്രി നമുക്ക് കുക്ക് ചെയ്യാം അല്ലേ? ഇപ്പം കഴിക്കാം, രാത്രി കുക്ക് ചെയ്യാം. നിൻ്റെ ആ ഒരു കഴിവുണ്ടല്ലോ ഇന്ന് പ്രകടിപ്പിക്കണം. നൂഡിൽസ് അല്ല. അങ്ങനെ അവിടുന്ന് ഓരോ ബട്ടർ നാനും ഒരു ചിക്കൻ മസാലയും പിന്നെ ഓരോ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ.
ഇപ്പോൾ ഇതാ ഇരുട്ടായി തുടങ്ങി, 4:30 മണി ആയിട്ടില്ല കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനത്തെ കുറേ കടകളുണ്ട്. കുഞ്ഞു കുഞ്ഞു കടകളാണ്, ചെറിയ ചെറിയ കടകൾ. ഫുട്വെയർ ഷോപ്പ്, തുണീൻ്റെ ഷോപ്പ്, പച്ചക്കറി ഷോപ്പ്. ഇതെന്തോ ചെറിയ മിഠായിയൊക്കെ വെക്കുന്ന ചെറിയ കട. ഇത് കണ്ടോ, ഇതൊക്കെ ഫുട്വെയറാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകൾ, വലിയ വലിയ കടകളൊന്നും അധികം കാണാനില്ല. ഈ ഒരു ബിൽഡിങ് മാത്രമാണ് കുറച്ച് വലിയൊരു ബിൽഡിംഗ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ വന്ന് ഇറങ്ങിയതൊക്കെ കേട്ടോ. ഈ വൈക്കൊക്കെ ഒന്ന് ചുമ്മാ നടന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഈ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ. അത് ഞാൻ അവിടെ നിന്ന് പറയാൻ മറന്നതാണ്. തണുപ്പ് കൂടി വരുന്നുണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ഓഫീസ് കണ്ടു കേട്ടോ. ട്രക്കിംഗ് സർവീസൊക്കെ ചെയ്തു തരുന്നൊരു സ്ഥാപനമാണ്. കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ട് കുറേ ട്രക്കിംഗ്, ആ റൂട്ടിൽ കുറേ ട്രക്കിംഗ് സംഭവങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്നൊരു സ്ഥലമാണിത്. അവരുടെ ബേസ് ആണിത്. അവരുടെ ബേസ് ആണ്. താമസിക്കുന്നു, പോകുന്നു, തിരിച്ചു വന്ന് ട്രക്കിങ്ങിന് ശേഷം കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നു, ക്ഷീണമൊക്കെ മാറ്റിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഒരു ബേസ് ആണ് ഇത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ യൊക്സോം. അപ്പോൾ പ്രധാനപ്പെട്ട 2 ട്രക്കിംഗ് ആണ് കേട്ടോ. ജംഗ്രി എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് ഉണ്ട്, പിന്നെ ഒന്ന് ഗോച്ചേല എന്ന് പറയും. ജംഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് 4-5 ദിവസത്തെ ട്രക്കിംഗ് ആണ്. ഗോച്ചേല 8 ദിവസത്തെ ട്രക്കിംഗ് ആണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 8 ദിവസത്തിന് ഏകദേശം 18,000 അറൗണ്ട് ചാർജ് വരും. അതിന് ശരിക്കും സീസൺ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബറാണ് കേട്ടോ പ്രധാനപ്പെട്ട സീസൺ. അതിന് ശേഷം പിന്നെ അത് ഏപ്രിൽ മെയ് അല്ലേ, മാർച്ച് ഏപ്രിലാണ് പ്രധാനപ്പെട്ട സീസൺ. പക്ഷേ ഈ ഡിസംബർ സമയത്തൊക്കെ ആൾക്കാർ പോകത്രേ. പക്ഷെ കുറച്ച് ടാസ്ക് ആയിരിക്കും. മഞ്ഞൊക്കെ പെയ്യുന്ന അതെല്ലാം കിട്ടും പറഞ്ഞു. കുറേ കൂടി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഡിസംബറിലും പോകാം എന്നാണ് പറഞ്ഞത് കേട്ടോ. ആ 4-5 ദിവസത്തെ ട്രക്കിംഗ് ഇല്ലേ, അതിന് ചാർജ് ഏകദേശം 10,000 രൂപയൊക്കെയാണ് വരിക. 12,000 10,000 ഒക്കെ വരിക. അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ടായിരിക്കും, ഭക്ഷണം, താമസം ഒക്കെ അല്ലേ. അങ്ങനെയല്ലേ ശരിക്കും? സുധി EBC ട്രക്ക് പോയ ആളാണ് സുധി അല്ലേ? അന്ധകാലത്ത് കുറെ മുമ്പ് വീഡിയോ ചെയ്തു തുടങ്ങിയത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന്റെ ആയിരുന്നു. 2019. യെസ്. അപ്പോൾ ഏകദേശം അതുപോലത്തെ ഒരു പരിപാടി ആയിരിക്കും. അത്ര ഹാർഡായിരിക്കില്ല, ഇത് കുറച്ച് സിമ്പിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ എങ്കിലും പോകാം എന്നാണ്. കുറച്ചൊക്കെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാന്നറിയോ, മഞ്ഞുമല നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങണം. അതെ, അതാ നമ്മുടെ സാധനം. മഞ്ഞുമലയാണോ? ആണോ? ഒരു മഞ്ഞുമല അങ്ങ് ദൂരെ കാണുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതാണ് കാഞ്ചൻജംഗ നമ്മൾ ഊഹിക്കുന്നുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് ഉറപ്പിക്കാം. എന്ത് ധൈര്യത്തിലാണ് പുള്ളി അതാണോ വെച്ചത്? 1 കിലോ ചിക്കൻ ഇവിടെ 250 രൂപ. ഇറച്ചിക്കാണ് 250 രൂപ. ഓരോ ആൾക്കാർ ചിക്കൻ വാങ്ങാൻ വരുമ്പോഴും പുറകെ വരിക, എന്നിട്ട് കൂടെ നിൽക്കുക, കൊതി പിടിപ്പിച്ച് ഒരു ചിക്കന്റെ പീസ് തിരിച്ചു വാങ്ങുക, കഴിക്കുക, പോവുക. ഇതൊരു പലചരക്ക് കടയെന്ന് വിചാരിച്ച് കയറി വന്നാൽ അത് എന്ത് കടയെന്ന് ഒരു ഐഡിയും കിട്ടുന്നില്ലല്ലോ. എല്ലാ ചരക്കും ഇല്ല, പക്ഷെ കുറെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഭാഗത്ത് കേട്ടോ. പിന്നെ പച്ചക്കറി ഉണ്ട്, പക്ഷെ അരിയൊന്നും കാണാനില്ല. ഇതൊക്കെ എന്താണിത്? ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ കയറി വന്നത് ഓണർ ഇറങ്ങി പോയി. ഓണർ ഇറങ്ങി ഓടി. നല്ല വിശ്വാസം എല്ലാവർക്കും നമ്മളെ. അല്ല, പുള്ളി അവിടെ പോയി. പട്ടി കിതക്കണ പോലെ കിതക്കണ രണ്ടാണ്. ചെറിയൊരു കയറ്റം കാര്യമുള്ളൂ. അയ്യോ, തണുപ്പ് നല്ലോണം കൂടിയിട്ടുണ്ടേ. നമ്മൾ വന്ന് പറഞ്ഞില്ലേ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ച സ്ഥലമാണെന്ന്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി നിരോധിച്ച സ്ഥലമാണ് കേട്ടോ സിക്കിം. അതുകൊണ്ട് എല്ലാം പേപ്പറിൽ പൊതിഞ്ഞ് കിട്ടത്തുള്ളൂ. ചിക്കൻ അടക്കം പേപ്പറിൽ പൊതിഞ്ഞാൽ തരുന്നത്. അതായത് നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഈ പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് ഇവർ നിരോധിച്ചിട്ടുണ്ട് ഇത്രേ. ഞാൻ ജസ്റ്റ് വായിച്ചായിരുന്നു. വീട് സൂപ്പറാണ്. ഇന്നലെ വന്നപ്പോൾ അത് കാണിച്ചു തരാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങോട്ട് ഞാൻ വരാം. ഇവിടെ കുക്കിംഗ് ഇതേ ഒരു ഒറ്റമുറി വീടാണ് കേട്ടോ. കണ്ടോ, വിശാലമായിട്ടുള്ളൊരു അടിപൊളി നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. ഞങ്ങൾ വരുമ്പോൾ നല്ല വൃത്തിയായിരുന്നു. ഇവിടെ നമ്മൾ ബാഗും സംഭവമൊക്കെ വെച്ചിട്ട് അലമ്പാക്കിയിട്ടുണ്ട്. ഇതുവഴി നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ബെഡുണ്ട്, അവിടെയും കിടക്കാം, താഴത്തും കിടക്കാൻ പറ്റും. അപ്പോൾ ദാ നമ്മൾ കുക്കിംഗ് ആരംഭിച്ചിട്ടോ. ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കും ഇതൊക്കെ പിന്നെ അങ്ങനെ ആക്കിയിരുന്നു. ഇതൊക്കെ ഞാനാണ് ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചത്. തക്കാളി കഴുകി വെച്ച്, ഉള്ളി കഴുകി വെച്ച്, ഉള്ളി തൊലി കളഞ്ഞ്, ആ ഇഞ്ചി തൊലി കളഞ്ഞു, വെളുത്തുള്ളി തൊലി കളഞ്ഞു. പക്ഷെ ഇവനാണ് കേട്ടോ മെയിൻ
ഹെൽപ്പുണ്ടായി തന്നെയാണ്. ഞാൻ ഹെൽപ്പറാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ. ബാക്കി ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ ചോറ് വേവുന്നുണ്ട്. സത്യത്തിൽ ഇന്ന് ഈ അടുക്കളയിൽ ബിരിയാണി വേവേണ്ടതായിരുന്നു. ഈ നാട്ടിൽ നെയ്യ് കിട്ടാനില്ല. കുറെ അന്വേഷിച്ചു. പിന്നെ ഉള്ളത് ആകെ 1/2 ലിറ്ററിന്റെ നെയ്യാണ്. 1/2 ലിറ്റർ നെയ്യ് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ബിരിയാണി വെക്കേണ്ടതായിരുന്നു. കഥ പറഞ്ഞോണ്ടിരുന്നപ്പോഴേ നമ്മുടെ ചിക്കൻ ഇച്ചിരി മൊരിച്ചിലും കൂടി പോയി. മൊരിച്ചിലോ കരിച്ചിലോ? ഇല്ല കുഴപ്പമില്ല. കാണുവാനും ലുക്കും കിട്ടും. ആണല്ലേ? അപ്പൊ ചോറ് റെഡിയായി, ചിക്കൻ കറി റെഡിയായി, ചിക്കൻ ഫ്രൈ റെഡിയായി, കൂട്ടത്തിലൊരു അച്ചാറും. സംഗതി കഴിച്ച് പകുതിയായിട്ടോ. അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് കുക്ക് ചെയ്തുകൊണ്ട് കുറച്ചധികം ടൈം എടുത്തു. കുഴപ്പമില്ല, ഞാൻ തന്നെ പറയുന്നു വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ പറയാൻ വിചാരിച്ച സംഭവമാണ്. മറ്റേ സാധനം നീ അത് കുറേ ദിവസമായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാന്നാണ്. കീടാചാടി ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കേണ്ടത്. ഇപ്പൊ ഇന്ന് ഇന്റർപ്രിട്ടേഷൻ സെന്ററിൽ പോയല്ലോ. അവിടെ പോയപ്പോൾ അതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നതാണ്. ഒരു കീടാചാടി എന്ന സംഭവം ഉണ്ട്. അതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു. കീടാചാടി ഞാൻ മുൻശ്യാരി എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിന്റെ നോർത്ത് സൈഡ് ഉണ്ട്, ടിബറ്റൻ ബോർഡർ സൈഡ്. അവിടെ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ കീടാചെടിയെ പറ്റി കേൾക്കുന്നത്. കീടാചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3000 മീറ്ററിന് മേലെ മുതൽ 4000 മീറ്റർ ആ ഒരു റേഞ്ചില്, എലിവേഷനിൽ, ആ ഒരു ഹൈറ്റില് ഈ മഞ്ഞുമല, ആ ഒരു മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു തരം പുഴു, അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു ഫംഗൽ, ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സ്പെഷ്യൽ മെഡിസിൻ ആണ്. അതായത് ആ ഒരു പുഴുവിന്റെ വായില് ഈ ഒരു ഫംഗൽ ഉണ്ടാവും. അതിന്റെ മരുന്നായിട്ട് എടുക്കുന്ന സാധനം പുഴുവും പ്ലസ് ഈ ഫംഗൽ വളരുന്നതാണ്. അതായത് ആ ഒരു പുഴു ഉണ്ട്, ആ ഒരു പുഴുവിന്റെ വായില് ഒരു ഫംഗൽ ഉണ്ടാവും. അത് വളരും. അത് വളർന്ന് പുഴു ചാവും. പുഴു മണ്ണിനടിയിലോട്ട് പോയിട്ട് ആ ഒരു സമയത്ത് എന്താ പറയാ, പുഴുവിന്റെ ഉള്ളിലുള്ള എനർജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഈ ഫംഗൽ വളർന്നു വരുമ്പോൾ പുഴു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കൂണെന്ന് പറയാൻ പറ്റില്ല. കൂണെന്നും പറയാൻ പറ്റില്ല. അതിങ്ങനെ വളർന്നു വരുന്ന ഒരു ഫംഗൽ കുറച്ചും കൂടി വളർന്ന് ഇങ്ങനെ മേലോട്ടേക്ക് വരുന്നതാണ്. അതായത് പുഴുവിന്റെ വായിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അപ്പം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പലതരം അസുഖങ്ങൾക്കും ഉള്ള മെഡിസിൻ ആണ്. കൂടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ നമ്മളുടെ എനർജി ഇല്ലേ, എനർജി ഉൽപ്പാദിപ്പിക്കാൻ ആ ഒരു ടൈപ്പ് കാര്യങ്ങൾക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പം ചൈനയിൽ നിന്നും ഒരുപാട് എന്താ പറയുക അത്ലറ്റ്സ് ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് പല ഇതിലും. അപ്പം അതിന് വേണ്ട എനർജി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെന്നും, അത് മെഡിസിനിൽ അങ്ങനെ ഒരു ടെസ്റ്റിങ്ങിലൊന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അതിന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം അതിൻ്റെ സത്യം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന് മോഹവിലയാണ്. അത് ശരിക്കും ഇന്ത്യയിലെ ബാൻഡാണ്. ഇന്ത്യയിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു ബോർഡർ സൈഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള വില്ലേജുകളിലൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അവരത് മെഡിസിൻ ആയിട്ടൊക്കെ അവരുടെ ഇതിന് യൂസ് ചെയ്യും. അതുകൂടാതെ അത് പുറത്തേക്ക്, അത് കളക്ട് ചെയ്യുന്ന ഏജന്റുമാരുണ്ട്, അവരത് പുറത്തേക്ക് കൊണ്ടുപോകും. അവരുടെയുള്ള ആളുകൾക്ക്, ഇപ്പം പ്രധാനമായിട്ടും ടിബറ്റൻ റേഞ്ചൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടി ഇതിന്റെ കളക്ഷനാണ്. ഇതിന്റെ ഒരു സീസൺ ഉണ്ട്. അത് മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്തുനിന്ന് മഞ്ഞ് ഉരുകി തീരുമല്ലോ, ആ ഒരു സമയത്താണ് ഇത് ഉണ്ടാവുക. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും പിള്ളേരും എല്ലാവരും ഫാമിലി അടക്കം പോയി മല കയറി മേലെ എത്തിയിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് രാവിലെ മുതൽ ഇതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. നല്ല പൈസ കിട്ടല്ലേ? നല്ല പൈസ കിട്ടും. അപ്പൊ ഇന്നിപ്പോ ആ സ്ഥലത്ത് പോയപ്പോ, മ്യൂസിയം പോലത്തെ സ്ഥലത്ത് പോയപ്പോഴാണ് ഞാനത് വീണ്ടും കണ്ടത് കേട്ടോ. മുമ്പ് ഒരിക്കലും എന്നോട് പറഞ്ഞായിരുന്നു. അന്ന് ഞാനത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ്. ഇനി എപ്പോഴെങ്കിലും ഉത്തരാഖണ്ഡ് പോകുമ്പോൾ ശരിക്കും കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു ഭാഗത്തും അതിന്റെ ഇതുണ്ട് കേട്ടോ. അറിയില്ല ഏതൊക്കെ വീട്. കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനകത്ത് അത് ഉണ്ടാവും. അവിടെ അത് ഇങ്ങനെ വെച്ചിട്ട് ഡീറ്റെയിൽസ് വെച്ചൊക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നാളെ നമ്മൾ പുതിയ പ്ലാനുമായിട്ട് വരും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.